അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. MLA എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ യാതൊരു നിയമ തടസ്സവുമില്ല. തടസ്സമുണ്ടെങ്കിൽ സ്പീക്കറാണ് പറയേണ്ടത്. ഇന്ന് വരെയും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ നിലവിലില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം MLA എന്നുള്ള പദവി, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയാൻ ആർക്കും നിയമപരമായിട്ട് അധികാരമില്ല. അത് അദ്ദേഹത്തിൻ്റെ അസൗകര്യം. അദ്ദേഹം വരികയാണെങ്കിൽ അത് തടസ്സം ചെയ്യാനുള്ള അധികാരം ആർക്കും ഇല്ല. സസ്പെൻഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു നടപടിയാണ്, സ്ഥിരം നടപടിയല്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പുകമറ വന്നപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതായിട്ടില്ല. ഏത് വ്യക്തികൾക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ, MLA കാണാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതാർക്കും നിഷേധിക്കാൻ കഴിയും. കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ കാണും, പ്രവർത്തകർ കാണും. അതിനെന്താണ് ഒരു ഔപചാരികത കുറവുള്ളത്? ഒരു അനുമതി ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പാലക്കാടിന്റെ മണ്ണിൽ വന്നിറങ്ങുകയാണ്. അയാൾ അടൂരിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നു. അയാൾ പാലക്കാടേക്കുള്ള വഴിയിലാണ്, യാത്രാ മധ്യയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. പാലക്കാട്ട് രാഹുലിനെ കാത്ത്, അതുപോലെ നമ്മുടെ മാപ്രകളെയും കാത്ത് ചില സർപ്രൈസുകളൊക്കെ ഉണ്ട്. അവിടെ തടയാൻ CJPയുടെ കൂട്ടുകെട്ട് കാത്തിരിക്കുന്നുണ്ട്. ബട്ട് രാഹുലിന്റെ രോമത്തിൽ തൊടണമെങ്കിൽ, രാഹുലിനെ ഇന്ന് പാലക്കാട്ട് തടയണമെങ്കിൽ അതിന് പലരെയും മറികടക്കേണ്ടി വരും എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഇന്നലെ രാത്രി ഷാഫി പറമ്പിൽ പാലക്കാട്ടേക്ക് എത്തി എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ പല പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ പാലക്കാട്ട് എത്തിയിരിക്കുന്നു. രാഹുലിന്റെ ഇടത്തും വലത്തും നിന്ന് സംരക്ഷിക്കാൻ, രാഹുലിനെ ഒപ്പം നിന്ന് സംരക്ഷിക്കാൻ, നേരിടാൻ ഉറച്ചു തന്നെ ഷാഫിയും ശ്രീകണ്ഠനും ഇടത്തും വലത്തും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുലിന് എന്താണ് അയോഗ്യത എന്നുള്ളതാണ് ശ്രീകണ്ഠൻ ചോദിച്ചത്. ചോദ്യങ്ങളും പറച്ചിലുകളും ഒക്കെ അവിടെ നിൽക്കട്ടെ. പാലക്കാടിന്റെ ജനങ്ങൾ ആഗ്രഹിച്ച, പാലക്കാടിന്റെ ജനങ്ങൾ കാത്തിരുന്ന, പാലക്കാട്ടെ ജനങ്ങളും കേരളത്തിലെ വീട്ടമ്മമാരടങ്ങുന്ന ഒരു കൂട്ടം ജനം അത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമായിരുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ഈ വിവാദങ്ങളുടെ കാലഘട്ടങ്ങളിൽ, ഈ പുകമറയുടെ കാലഘട്ടങ്ങളിൽ, ഈ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പല സ്ത്രീകളും പല വീട്ടമ്മമാരും പ്രാർത്ഥനയോടുകൂടി രാഹുലിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് വിരാമമാകുകയാണ്. രാഹുൽ മാങ്കൂട്ടം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പാലക്കാടിന്റെ മണ്ണിൽ വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇവിടെ BJPയും CPMും CJP കൂട്ടുകെട്ട്, CJP മുന്നണി, പാലക്കാട്ടെ CJP മുന്നണി ആവർത്തിച്ച് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തടയും? അയാൾ ഒരു MLA ആണ്. MLAയുടെ ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണം അത് നിങ്ങൾ തടസ്സപ്പെടുത്തുമെന്നാണോ പറയുന്നത്? ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ തടസ്സപ്പെടുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാഹുലിന് സംരക്ഷമൊരുക്കാൻ പാലക്കാട്ടെ വോട്ട് ചെയ്ത ജനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എല്ലാ സന്നാഹങ്ങളും അതിനുള്ള ഒരുക്കങ്ങളും ഒക്കെ തകൃതിയായി നടക്കുകയാണ്. എല്ലാ സജ്ജാഹങ്ങളും റെഡിയാണ്, നടക്കുകയാണ് എന്നല്ല, എല്ലാ സന്നാഹങ്ങളും റെഡിയാണ്. രാഹുൽ പാലക്കാട്ടേക്ക് എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. അയാൾ യാത്ര തിരിച്ചിട്ടുണ്ട്. അയാൾ ഏത് സമയത്തും പാലക്കാട് വന്നിറങ്ങും. ഇപ്പോ ഇവിടെ ഇന്നലെ നമ്മൾ ശ്രീകണ്ഠൻ സംസാരിക്കുന്നത് കണ്ടു. ഇന്നലെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും വന്നിട്ടില്ല ഷാഫി. ബട്ട് ഇന്നലെ രാത്രി വളരെ വൈകി പാലക്കാട്ട് എത്തിയിട്ടുണ്ട്. പാലക്കാട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ എന്നുള്ളതാണ്. പാലക്കാട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി എന്ന് മാത്രമല്ല, ഇപ്പോ നടക്കാൻ പോകുന്ന സ്വീകരണ പരിപാടിയിൽ, രാഹുലിന് പാലക്കാട്ട് നൽകുന്ന സ്വീകരണ പരിപാടിയിൽ രാഹുലിന്റെ ഇടത്തും വലത്തുമായിട്ട് അവിടെ ശ്രീകണ്ഠൻ ഉണ്ടാകും, ഷാഫി പറമ്പിൽ ഉണ്ടാകും. ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രാഹുലിനെ തൊടാൻ കഴിയുമെങ്കിൽ തൊട്ടോ എന്നുള്ള വെല്ലുവിളി തന്നെയാണ്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ മറികടന്ന് രാഹുലിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന CJP കൂട്ടുകെട്ടിനും മാധ്യമങ്ങൾക്കും
ഒരുപാടധികം കടമ്പകൾ കടക്കേണ്ടതുണ്ട് രാഹുലിലേക്ക് എത്താൻ എന്നുള്ളതാണ്. രാഹുൽ വരുന്നത് ചുമ്മാതെ വരുന്നതല്ല. കാരണം ഈ വിവാദങ്ങൾ ഉണ്ടായത് മുതൽ, ഈ പുകമറകൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചത് മുതൽ, അന്ന് മുതൽ ഇന്നലെ ശ്രീകണ്ഠൻ ആവർത്തിച്ച് പറഞ്ഞു മാധ്യമങ്ങൾ ആഘോഷിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്ന്. ആ കാര്യത്തിലും ഒരു തർക്കവും ഇല്ല കേട്ടോ. കേരളത്തിന്റെ പൊതുമധ്യത്തിൽ രാഹുൽ വേട്ടയാടപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഗൂഢാലോചനകൾ പലത് നടന്നിട്ടുണ്ട് എന്ന് ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന KT ജലീലിന്റെ ഓഡിയോ സംഭാഷണം അടക്കം നമ്മൾക്ക് തെളിയിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ രാഹുൽ ഇന്ന് പാലക്കാടേക്ക് എത്തുന്നത് അയാൾ ചുമ്മാതെ അങ്ങ് വരുന്നതല്ല. അയാൾ ഈ വിവാദങ്ങൾക്കിടയിലും അയാൾ മാറി നിന്നപ്പോഴും പാലക്കാട് ഇല്ലാതിരുന്നപ്പോഴും അയാളുടെ MLA ഓഫീസ് സദാസമയം ജാഗ്രതയോടുകൂടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു. അതിലൊന്നും യാതൊരുവിധ മുടക്കങ്ങളും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വളരെ ശ്രദ്ധേയമാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ടതുമാണ്. കാരണം MLA സ്ഥലത്തില്ലാതിരുന്നതിൽ പോലും ഇത്രയും വിവാദങ്ങൾ ഉണ്ടായപ്പോഴും ഒക്കെ അവിടെ MLA ഓഫീസ് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന പരാതികൾ, അവിടെ വരുന്ന ആവശ്യങ്ങൾ, അവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവരെയൊക്കെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നതോടുകൂടി അവിടെ തുടങ്ങി വെച്ചിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്ന് മാത്രമല്ല, ചില പുതിയ പദ്ധതികൾക്ക് ഓൾറെഡി പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ചില പദ്ധതികൾ, ആ പദ്ധതികൾക്ക് കൂടി ഇന്ന് തുടക്കമാവുകയാണ്. അതിൻ്റെ കൂടി പ്രാരംഭഘട്ടം ഇന്ന് ആരംഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടിന്റെ മണ്ണിലേക്ക് എത്തുന്നത്, അവിടെ ഈ 2.5 വർഷത്തേക്ക് അയാൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അയാളുടെ മനസ്സിൽ പാലക്കാടിന് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ പകുതിയിലേറെയും അയാൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്, ചിലതൊക്കെ പാതി വഴിയിൽ നിൽക്കുന്നുണ്ട്, ചിലതൊക്കെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പരിപാടികളൊക്കെ ഒരു പരിപൂർണതയിലേക്ക് എത്തിക്കുക, ഈ പദ്ധതികളൊക്കെ ഒരു പരിപൂർണതയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്. ഇന്ന് നിങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിറങ്ങുമ്പോൾ, അയാൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രഹരം, ഏറ്റവും വലിയ അടി കിട്ടുന്നത് നമ്മുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്കാണ്. മറ്റുള്ള ആരെക്കാളും, CJP കൂട്ടുകെട്ടിനേക്കാളും ഒക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കായിരുന്നു രാഹുലിന്റെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അതായത് രാഹുൽ രാജിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ MLA സ്ഥാനം രാജിവെക്കണം, അയാൾ പാലക്കാട് ഇനി ഉണ്ടാവരുത്, അയാൾ നിയമസഭയിൽ ഇനി ഉണ്ടാവരുത് എന്നൊക്കെ അതിയായ ആഗ്രഹിച്ചവരുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളായിരുന്നു എന്നുള്ളതാണ്. ആ മാധ്യമങ്ങളുടെ കാരണത്ത് കിട്ടുന്ന അവസാനത്തെ അടിയായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നതോട് കൂടി എന്നുള്ളതാണ്. ഇന്നലെ ഈ വിഷയവുമായിട്ട് VK ശ്രീകണ്ഠനോട് മാധ്യമങ്ങൾ ഒരുപാട് തവണ, നിരവധി തവണ രാഹുലിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അയാളെ ഉന്നം വെച്ചുകൊണ്ടുള്ള പല ചോദ്യങ്ങളും ചോദിച്ചപ്പോഴും VK ശ്രീകണ്ഠൻ ഇവരുടെയൊക്കെ അണ്ണാക്കിൽ കയറി പൊട്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. രാഹുൽ വന്നു കഴിഞ്ഞാൽ തടയാൻ ഒരുത്തനും അവകാശമില്ല എന്ന് മാത്രമല്ല, സംരക്ഷിക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് പാലക്കാട്ടെ വോട്ട് ചെയ്ത് ജനം അയാളെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് ആര് നൽകുന്നു? VK ശ്രീകണ്ഠൻ നൽകുന്നു. VK ശ്രീകണ്ഠൻ അങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും, വേട്ടക്കാരെല്ലാവരും ഒരു ഭാഗത്ത് മാറി നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ചോ, ആ ഉറപ്പ് എന്ന് പറയുന്നത് വൃഥാവിലാവില്ല എന്നുള്ളതാണ്. കാരണം VK ശ്രീകണ്ഠൻ അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് ഏതറ്റം വരെ പോയും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇന്ന് വരികയാണ്. ഈ കുറച്ച് നിമിഷങ്ങൾക്കകം, മിനിറ്റുകൾക്കകം, മണിക്കൂറുകളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ നിങ്ങളോടുമായി സംസാരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ ചില സൂചനകൾ ലഭിച്ചതനുസരിച്ച് രാഹുൽ പാലക്കാട്ടേക്ക് പാലക്കാട് എത്താറായി എന്നുള്ളതാണ്. അയാൾ പാലക്കാട്ടേക്ക് വരികയാണ്. ഇനി തീക്കളിയാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, നമ്മൾക്ക് നേരിൽ കാണാം എന്നുള്ള ഒരു ചങ്കുറപ്പോട് കൂടിയ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിലെത്തുന്നത്. അതോടൊപ്പം തന്നെ
കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടുള്ള സാധാരണ പ്രവർത്തകരായിട്ടുള്ള കോൺഗ്രസിന്റെ പിന്തുണക്കുന്നവരുടെ ഒക്കെ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിലെത്തുകയാണ്.